ഇത് നോക്കിയേ, ഇവിടെ ഒരുപാട് ഹയറിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം, അപ്ലൈ ചെയ്തു. പക്ഷെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. എടാ അങ്ങനെ കുറെ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കാൻ നിന്റെ റെസ്യൂമിൽ ഒന്ന് ATS ആക്കിയാൽ പോരെ. ATS അതെന്താ? എടാ ATS എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. അതായത് നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, കുറേ പേരുണ്ടെങ്കിൽ അതിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്തിരിക്കുന്ന റെസ്യൂമേഴ്സ് ഫിൽട്ടർ ചെയ്ത് അവിടുത്തെ റിക്രൂട്ട്മെന്റ് ഓഫീസറിന് പാസ് ചെയ്യും. അപ്പം അവർക്കത് ഈസി ആയിട്ട് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ATS. അല്ല, എന്റെ റെസ്യൂമെ ATS ആക്കാൻ ഇപ്പം എന്താ ചെയ്യണ്ടേ? എടാ അത് നീ ഏത് ജോബിന് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിന്റെ റെസ്യൂമേൽ ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രം പോരാ, അതിൻ്റെ അലൈൻമെന്റ്, ഫോണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഗൂഗിളിൽ കുറേ ഫ്രീ ടൂൾസ് ഉണ്ട്. അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 85 above സ്കോർ ഉണ്ടെങ്കിൽ നിന്റെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആണ്. എന്നാ പിന്നെ എന്റെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ? ആക്കിക്കും, പക്ഷെ എൻ്റെ കമ്പനി അയക്കണ്ട.